Xiaomi ഒരു സ്മാർട്ട് ഫോൺ കൂടി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. Redmi 11 Prime എന്ന പേര്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതൊരു ഏറ്റവും വിലക്കുറവുള്ള ഒരു 5G സ്മാർട്ട് ഫോണായി മാറാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒരു പേപ്പർ ബോക്സ്, ഇതിനകത്തൊരു സിം ഇജക്ടർ പിൻ, ഇതിനകത്തേക്ക് വരുമ്പോൾ യൂസർ മാനുവൽ, അതുപോലെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി കേസാണ്. ഇതായിരിക്കുന്നു സ്മാർട്ട് ഫോൺ. 22.5 വാട്ടിൻ്റെ ഒരു ചാർജറാണ് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ഉള്ളത്. ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ USB Type-C ചാർജിങ് കേബിൾ. അപ്പോൾ ഇതാണ് Redmi 11 Prime 5G എന്ന സ്മാർട്ട് ഫോൺ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ടെക്സ്ചർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെയൊക്കെ ഈ തമ്പിനകത്ത് കാണുന്ന ഇംപ്രഷൻ പോലെയുള്ള കുഞ്ഞു കേട്ടില്ലേ, ചെറിയ ചെറിയ ലൈൻസ് ആണ്. അപ്പോൾ ഇതുള്ളത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലെ ലൈനും ഇതിലെ ലൈനും കൂടെ ആകുമ്പോൾ ഒരിക്കലും കയ്യിൽ നിന്ന് തെറ്റിപ്പോകത്തില്ല. മാത്രമല്ല ഫിംഗർ പ്രിൻ്റ് ഒന്നും പതിയുന്നില്ല. അതൊരു വലിയ കാര്യമാണ്. ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ്. ചില സ്മാർട്ട് ഫോണുകൾ നമ്മൾ ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഹോളോ ഫീൽ ചെയ്യും. ഇവിടെ അതില്ല. ഇവിടെ Redmi 5G എന്ന് എഴുതിയിട്ടുണ്ട്. ഓർക്കുക, Redmi 11 Prime 5G ഉണ്ട്, 4G സ്മാർട്ട് ഫോണും പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മൾ പരിചയപ്പെടുന്ന 5G ആണ്. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ 2 ക്യാമറകളേ ഉള്ളൂ. ആ 2 ക്യാമറകളും വലിയ 2 മൊഡ്യൂളായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നൊരു കോഡ് LED ഫ്ലാഷ് ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കുറേ ബൾബുകൾ, LED ലൈറ്റുകൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ്. അതുപോലെ വല സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻ്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ സ്പീക്കറുകളിൽ USB Type-C ചാർജിംഗ് പോർട്ടും മൈക്രോഫോൺ കാണാം. വല സൈഡിലായിട്ടാണ് ഇത്തരത്തിൽ സിം ട്രേ നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്കിനി ഈ ഒരു സിം ട്രേ ഏത് ടൈപ്പാണെന്ന് നോക്കാം. എൻ്റെ പ്രതീക്ഷ ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആകാനാണ് സാധ്യത, അല്ലെങ്കിൽ ഹൈബ്രിഡ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയം 2 നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡ് ഒരുമിച്ച് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം. മുകളിൽ ഇതുപോലെ 3.5mm ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. അതുപോലെ ഷവോമിയുടെ സാധാരണ സ്മാർട്ട് ഫോണിൽ കാണുന്ന IR ബ്ലാസ്റ്റർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ IR റിമോട്ട് എന്ന് പറയുന്ന ഷവോമിയുടെ ആപ്പ് കൂടി നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ TV അല്ലെങ്കിൽ AC ഒക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ റിമോട്ട് കയ്യിൽ വെച്ചേക്കേണ്ട ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. സത്യസന്ധമായിട്ട് പറയട്ടെ, ഇതിൻ്റെ ഇൻ ഹാൻഡ് ഫീൽ എനിക്ക് അത്ര ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്തില്ല. കാരണം കുറച്ച് വീതി കൂടുതലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. കയ്യിലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ കയ്യിൽ അത്രയും ഒതുങ്ങുന്ന ഒരു ഡിസൈൻ അല്ല. ഇതിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഫ്ലാറ്റാണ് സൈഡുകൾ. നല്ലൊരു സൈസുള്ളൊരു സ്മാർട്ട് ഫോണാണ് പൊതുവിൽ. അത് എന്ത് തന്നെയായാലും ഒരു ഇൻ ഹാൻഡ് ഫീൽ അത്രയും ഒരു പെർഫെക്ഷൻ എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വളരെ കുഞ്ഞ് സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇതൊരു ഭയങ്കര വലുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ LCD എന്ന് കേൾക്കുമ്പോൾ ചിലരെങ്കിലും നെറ്റി ചുളിക്കും അല്ലേ, പ്രൈസ് കുറച്ച് നിർത്താനായിരിക്കണം ഒരുപക്ഷെ LED ഡിസ്പ്ലേ ഒഴിവാക്കിയത്. എന്ത് തന്നെയാലും LCD ഡിസ്പ്ലേ. പക്ഷേ LCD ഡിസ്പ്ലേ ആണെങ്കിലും നമുക്ക് മാക്സിമം 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റിൻ്റെ സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 60 ഹെർട്സ് ആയിരിക്കും. പക്ഷേ നമ്മൾ 90 ഹെർട്സിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോൾ നല്ലൊരു സ്മൂത്ത്നെസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ഫീൽ ചെയ്യും. മാത്രമല്ല ഇതിനകത്ത് അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതായത് നമ്മുടെ യൂസ് കേസ് അനുസരിച്ചുകൊണ്ട് റിഫ്രഷ് റേറ്റ് വേരി ചെയ്യും. ഹയർ റിഫ്രഷ് റേറ്റ് വേണ്ടുന്ന സാഹചര്യങ്ങൾ മാത്രം ഹയർ റിഫ്രഷ് റേറ്റിലേക്ക് വരികയും അല്ലാത്ത സമയത്ത് ലോ റിഫ്രഷ് റേറ്റിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ബാറ്ററി കൺസംഷൻ കുറയും. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Android 12 അധിഷ്ഠിതമായി ഷവോമിയുടെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള MIUI 13 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയി വരുന്ന ആപ്ലിക്കേഷൻസ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അല്ലാതെ ഈ പറഞ്ഞ AnTuTu സ്കോർ അറിയുന്നുള്ള ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അതല്ലാതെ മോജ്, സ്പോട്ടിഫൈ, ഷെയർ ചാറ്റ്, സില്ലി, ഇങ്ങനെ സാധാരണ ഷവോമി സ്മാർട്ട് ഫോണിൽ കാണുന്ന സെയിം ആപ്ലിക്കേഷൻസ് ഇതിനകത്തും ഉണ്ട്. കൂടാതെ ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് ഈ തരത്തിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. നോക്കി, അത് വളരെ ഫാസ്റ്റ് ആണ്. ജസ്റ്റ് ഒരു ടാപ്പിൽ തന്നെ ആ ഒരു ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആകുന്നുമുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബോട്ടം ഫയറിംഗിൽ നിന്നാണ് സൗണ്ട് പുറത്തേക്ക് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് തോന്നി. ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് വരുന്നത്. പക്ഷേ വോളിയം നോർമലാണ്, ഒരു ഹൈ വോളിയം ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 700 എന്ന നമ്മൾ പല സ്മാർട്ട് ഫോണുകളിലും കണ്ട് പരിചയിച്ച സെയിം പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഇതൊരു 5G പ്രോസറാണ്. മാത്രമല്ല 7nm പ്രോസറുമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 7
വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡുകൾ ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ 5G പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒരു 5G റെഡി സ്മാർട്ട് ഫോൺ നമുക്ക് ഇനി വാങ്ങാൻ, അതും വിലക്കുറവിൽ വാങ്ങാൻ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആവുകയാണ് Redmi 11 Prime 5G. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു വേരിയന്റുകളെ കുറിച്ച് പറഞ്ഞാൽ 4GB 64GBയും 6GB 128GBയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റാം ടൈപ്പ് എന്ന് പറയുന്നത് LPDDR4X റാമും സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 2.2 ആണ്. ഇപ്പോൾ നമ്മളൊരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും യാതൊരു ലാഗോ അങ്ങനെയുള്ള യാതൊരു വിഷയങ്ങളും ഇല്ല. ഗെയിമിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുകയും ചെയ്യും. അപ്പോൾ 5G സ്മാർട്ട് ഫോൺ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത്. ബാക്കിൽ ക്യാമറയുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുള്ളൂ. ഒരു വൈഡ് ആംഗിൾ ക്യാമറ സെൻസർ നൽകിയിട്ടില്ല. ഇതിപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ നടന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഒരുവിധം ക്വാളിറ്റി ഉള്ള ഫുട്ടേജ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ ലഭിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റിനകത്ത് കുറച്ചൊരു പ്രശ്നം, അതായത് ലൈറ്റിനെ മാനേജ് ചെയ്യുന്നതിനകത്ത് ഫ്രണ്ട് ക്യാമറയിൽ ഒരു ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പല ലൈറ്റിംഗ് കണ്ടീഷനിലും അതിൻ്റെ ക്വാളിറ്റി വീഡിയോയിൽ മാറുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈമറി സെൻസർ എന്ന് പറയുന്നത് 50 മെഗാ പിക്സലിൻ്റെ സെൻസറാണ്. ആ ഒരു 50 മെഗാ പിക്സൽ സെൻസർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നിരവധി ഫോട്ടോകൾ ഔട്ട്ഡോറിൽ ഇപ്പോൾ നമ്മൾ എടുത്തത്. ഒരുവിധം ക്വാളിറ്റി ആ ഒരു 50 മെഗാ പിക്സലിൻ്റെ സെൻസർ നൽകുന്നുണ്ട്. ഇത് കൂടാതെ ഒരു 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. അപ്പോൾ ബാക്കിൽ മൊത്തത്തിൽ 2 ക്യാമറകൾ മാത്രം. ഒരു വൈഡ് ആംഗിൾ ഫോട്ടോയോ വീഡിയോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം ഇതിനകത്ത് വൈഡ് ആംഗിൾ സെൻസർ നൽകിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സെൽഫിയിൽ ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോകൾ ഒരു ഡീസൻ്റ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി എന്താ പറയുക, ഒരു വൈറ്റനിങ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഫേസ് ഈ നമ്മുടെ പിമ്പിൾസ് ഒന്നും അറിയാത്ത രീതിയിൽ മനോഹരമാക്കിയാണ് ഇതിൻ്റെ ഒരു സെൽഫി തരുന്നത്. എന്തായാലും കാണാൻ ഗുഡ് ലുക്കിംഗ് സെൽഫീസ്. ഇതുവരെ നമ്മൾ ഔട്ട്ഡോറിലാണ് ഫോട്ടോ എടുത്തെങ്കിൽ ഇനി നമുക്ക് ഇൻഡോർ ലൈറ്റിങ്ങിൽ, ഡാർക്ക് ലൈറ്റിങ്ങിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്യാമറ പെർഫോം ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ലൈറ്റിൽ വളരെ കുറച്ച് വെട്ടേ ഉള്ളൂ. ആ ലൈറ്റിൽ നമുക്ക് ഒരു ഇൻഡോർ ലൈറ്റിങ്ങിൽ എടുക്കുന്ന ഫോട്ടോസ് എത്രത്തോളം ഉണ്ടെന്ന് പറയാം. ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഓക്കെ എന്നേ പറയാൻ പറ്റൂ. ഒരു ഭയങ്കര സംഭവം ലോ ലൈറ്റിൽ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഔട്ട്ഡോറിൽ ഒരുവിധം തിരക്കില്ലാത്ത പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഫോട്ടോ ക്വാളിറ്റിയിൽ നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ നോക്കി വരുമ്പോഴും ഒരു പ്രൈസ് കട്ടിങ്ങിൻ്റെ ഒരു കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഷവോമി തന്നെ പറയുന്നത് സാധാരണക്കാരിലേക്ക് പോലും 5G സ്മാർട്ട് ഫോൺ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് Redmi 11 Prime 5G പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് 5000 mAh ബാറ്ററിയാണ് പവർ നൽകുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ സാധാരണ പല ഫോണുകളും ചാർജർ ഫോണിൻ്റെ ബോക്സിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ഇവിടെ 18 വാട്ടിന് പകരം 22.5 വാട്ടിൻ്റെ ചാർജറാണ് ഷവോമി ഈ ഒരു ഫോണിനോടൊപ്പം ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്രോം സിൽവർ, മിഡോ ഗ്രീൻ, തണ്ടർ ബ്ലാക്ക് എന്നീ 3 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുന്നത് മിഡോ ഗ്രീൻ എന്ന് പറയുന്ന കളർ വേരിയൻ്റ് ആണ്. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. സത്യം പറയാൻ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് അറിവായിട്ടില്ല. പക്ഷേ ഒരു ഗസ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് പോലും 5G പ്രാപ്യമാക്കുന്ന രീതിയിൽ ഏറ്റവും വില കുറച്ച് വിൽക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 15,000 റേഞ്ചിൽ നിൽക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് റേഞ്ച്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പുറത്ത് വന്നിട്ടുണ്ടാവും. പ്രൈസ് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക.